നമ്മുടെ മുരിങ്ങക്കായ പരിപ്പും മുരിങ്ങക്കായ കറി ഞാൻ വീഡിയോ ഫസ്റ്റ് മുതൽ ഇട്ടില്ല, ക്ഷമിക്കണേ. അപ്പം നമ്മളെ മുരിങ്ങക്കായ പരിപ്പ് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇതാ ഒരു ഉരുളക്കിഴങ്ങ്, നമ്മുടെ നാടൻ മുരിങ്ങക്കായ പരിപ്പ, ഒരു ഉരുളക്കിഴങ്ങ്. നമ്മുടെ കറി ഇന്നത്തെ കറി ഇതാ. ഇത് പിന്നെ നമ്മൾക്ക് എന്താ, പിന്നെ നമ്മൾ ഇന്നത്തെ കറി പിന്നെ നമ്മൾ അങ്ങനെ നാടൻ മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് നല്ല പുളിയൊക്കെ ഒഴിച്ച് നമ്മൾ വെച്ച കറിയാണ്. ഈ ആവി പോകുന്നുണ്ട്, ഇതിന് ആവി പോകുന്നുണ്ട്. പിന്നെ നമ്മളത് വറ്റിലെടുത്ത് മാങ്ങ, മുരിങ്ങക്കായ കറി. പിന്നെ മാങ്ങ മുളക് തിരുമ്പിയത്, ഇത് നല്ല പൊടിയഴിച്ച് നല്ല മത്തിക്കറി പോലെയുള്ള നമ്മുടെ ഒരു ഈ ഒരു കറി. പട്ടാണിയല്ല കേട്ടോ, സോയാബീൻസ് പട്ടാണിയൊന്നുമല്ല. ഇതെന്താണെന്നറിയോ, നമ്മുടെ വറ്റില നല്ല ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നല്ല വറ്റില ഇങ്ങനത്തെ ഒരു കറിയാണ്, മീൻ കറി പോലത്തെ കറി ഇത്. ഈ കറി അങ്ങനെ നമുക്കിതിനെ നന്നായി വഴറ്റിയെടുത്ത് മുളക് പൊടി, ഉള്ളി, കടുക്, ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റി ഇത് നമ്മൾക്ക് അതിലിട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് കുറുകി വന്നതിന് ശേഷം പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് മീൻ കറി വെറ്റിച്ചത് പോലത്തെ കറിയാണ്. പിന്നെ ഇത് നമ്മുടെ അടുത്തത് നമുക്ക് വറ്റല. ഇത് നമ്മുടെ അരി ജീരകമൊക്കെ ഇട്ട് അരി അരച്ച് വറ്റലുണ്ടാക്കിയ വറ്റല ജീരകമൊക്കെ ഇട്ടിട്ട് ഉള്ള വറ്റലാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. നമ്മൾ വറ്റലുണ്ട്, കറിയുണ്ട്, അച്ചാറ്, മാങ്ങ, മുളക് തിരുമ്പിയത്, മുളക് തിരുമ്പിയതുണ്ട്, കറിയുണ്ട്, വറ്റലുണ്ട്, നമ്മുടെ മുരിങ്ങക്കായ കറിയുണ്ട്, നല്ല മുരിങ്ങക്കായ കറി. അപ്പോൾ നമുക്ക് മതി ഇന്നത്തെ കറി. നമുക്കൊരു വിധം ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതലിട്ടില്ല, കറി വയ്ക്കാനൊന്നും ഇട്ടില്ല. നല്ല നാടൻ മുരിങ്ങ പരിപ്പ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഒരു കറി. ചാറ് കറിൻ്റെ കൂടെ മീൻ വറുത്തതോ ചമ്മന്തിയോ മാങ്ങ മുളക് തിരുമ്പിയതോ ഉപ്പിലിട്ടതോ ഒക്കെ നമുക്കൊരു ചാറ് കറി ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കറിൻ്റെ കറി അങ്ങനെ മതി. നമ്മൾക്ക് ഇങ്ങനെ ചെറിയ കറികളൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കാം.